ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വിട്ടപ്പോൾ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അത് സംഭവിച്ചത് അറിഞ്ഞില്ല. എന്തോ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ജീവനുണ്ടായിരുന്നു. നമ്മളെയൊക്കെ വിട്ടുപോയ അകാലത്തിൽ മരണപ്പെട്ടു പോയ 51കാരനായ കലാഭവൻ നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് കൊറോണ വാക്സിൻ, ആ വാക്സിൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും കൊറോണ വാക്സിൻ എടുത്തവർക്കൊക്കെ 8ൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ കൊറോണ വാക്സിൻ നവാസ് എടുത്തിരുന്നു, അദ്ദേഹത്തിന് അതിനുശേഷം നെഞ്ചുവേദന, ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അദ്ദേഹം. ഈ കൊറോണ വാക്സിനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് തിരയാൻ പോലും ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കൊറോണ വാക്സിൻ എടുത്ത പലരും പല ആശങ്കകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊറോണ വാക്സിൻ എടുത്താൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുമോ? വാക്സിൻ എടുക്കുന്നവർക്ക് ഹൃദയ ആഘാതമായ രോഗങ്ങൾ ഉണ്ടാകുമോ? വാക്സിൻ ഫലപ്രദമല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഈ അടുത്ത കാലത്ത്, അതായത് ഈ ജൂലൈ ആദ്യവാരം നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കൊറോണ വാക്സിൻ ഫലപ്രദമായി തന്നെയാണ്, കൊറോണ വാക്സിൻ മൂലം മറ്റ് രോഗങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ICMR അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത്തരം ചില കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ പുറത്തുവിടുന്നുണ്ട്. ഈ കൊറോണ വാക്സിൻ എടുത്തത് കൊണ്ട് ആർക്കും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യത കുറവാണ്. പക്ഷേ കൊറോണ വന്നവർക്ക് ഇത്തരം രോഗസാധ്യതകൾ ഉണ്ടാകാൻ എളുപ്പമാണ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി കുറച്ചുകൊണ്ടാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. പ്രതിരോധ ശേഷിയെ തന്നെ ഇല്ലാതാക്കും. അതിനുശേഷം നമുക്ക് വലിയ രോഗങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. അതായത് H1N1 തന്നെ പല തവണ, ഈ കൊറോണ വന്നതിന് ശേഷം പല തവണ H1N1 വന്നവരുണ്ട്, വൈറൽ പനി എന്ന രൂപത്തിൽ പനി വരുന്നവരുണ്ട്, ജലദോഷം വരുന്നവരുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ ഈ കൊറോണ എന്ന വൈറസ് രോഗം നമ്മുടെ ശരീരത്തെ കുറേയധികം ബാധിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചില തുടക്കങ്ങൾ ഇട്ടിട്ടുണ്ട്. ശരീരത്തെ തന്നെ, നമ്മുടെ മുഴുവനായി നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന പല തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രതിരോധ ശക്തി ഒട്ടുമില്ലാത്തവരാണ് മരണത്തിലേക്ക് പോകുന്നത്. പ്രതിരോധ ശക്തി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വീണ്ടെടുത്ത് ഒരുവിധമൊക്കെ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. ഇപ്പം 3-4 തവണയൊക്കെ കൊറോണ വന്നവരുണ്ടാകും. ഒമിക്രോൺ, അതിൻ്റെ വകഭേദം ഒമിക്രോൺ വന്നവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അത് ഈ രോഗത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പുരുഷന്മാരിൽ ഈ എന്താ പറയുക, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നെഞ്ചരിച്ചിലൊന്നും ഇത്തരത്തിൽ ഈ എന്താ പറയുക, ഈ ഗ്യാസാണ് നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതായിരിക്കില്ല, അത് ഹൃദയ സംബന്ധമായ രോഗമായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ ചെറിയ ഒരു കാര്യം, ഇപ്പോൾ ജലദോഷം എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കുന്ന ചെറിയ അസുഖങ്ങൾ പോലും ചിലപ്പോൾ മാരകമായ വലിയ അസുഖങ്ങളുടെ തുടക്കമായിരിക്കാം എന്നാണ് പല വിദഗ്ധ ഡോക്ടർമാരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കാണിച്ച് അതിൽ പ്രതിവിധികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നവാസ് എന്ന് പറയുന്ന കലാകാരന് സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആഴത്തിലുള്ള തലയിൽ മുറിവുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹം ഈ നെഞ്ചുവേദന വന്നപ്പോൾ തലയിൽ വീണപ്പോൾ തല ഇടിച്ച് ആയിരിക്കാം വീണിട്ടുണ്ടാവുക. അപ്പോൾ സംഭവിച്ചതാകാം, സ്വാഭാവികമായി സംഭവിച്ചതാകാം. ആ ഹോട്ടൽ ഉടമ പറഞ്ഞത് കൃത്യമാണ്. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മരണം സംഭവിച്ചത് എന്നുള്ളത്. നേരത്തെ ഇദ്ദേഹത്തിന് പ്രകമ്പനം എന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം അത് വലിയ കാര്യമാക്കിയില്ല. ഭാര്യ പിതാവിനോട് വിളിച്ചു പറഞ്ഞു. ഭാര്യ പിതാവ് അപ്പം തന്നെ കുടുംബ ഡോക്ടറോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ കുടുംബ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് സാധാരണ ഒരു നെഞ്ചരിച്ചിലല്ല, ഇത് കൃത്യമായ ആശുപത്രിയിൽ കൊണ്ടുപോയി അത് പരിശോധിക്കണം, അത് ഇപ്പോൾ തന്നെ പോകണം, ECG എടുത്തിട്ട് തനിക്ക് അയച്ചു തരണം എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ താൻ കാരണം ഒരു എന്താ പറയുക, നവാസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത്, അദ്ദേഹം പണ്ടൊക്കെ മിമിക്രിയിലും വലിയ രീതിയിൽ തിളങ്ങി നിന്ന ആളാണ്. പക്ഷേ സിനിമകളിലൊന്നും അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലത്തെ റോളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ അടുത്ത കാലത്താണ് സിനിമകളിലൊക്കെ അദ്ദേഹം തിളങ്ങി വരുന്നത്. സ്റ്റേജ് ഷോസിലാണെങ്കിലും ഈ
എന്താ പറയുക ജഡ്ജസ് പാനലൊക്കെ ആണെങ്കിലും അദ്ദേഹം തിളങ്ങി വരുന്നത് ഈ അടുത്ത കാലം കൊണ്ടാണ്. അപ്പോൾ താൻ കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തെങ്കിലും ആയിപ്പോയാൽ അത് തൻ്റെ വരും സിനിമകളെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായും ഉണ്ടാകും. ഈ രണ്ടാം കിട മൂന്നാം കിട നടന്മാരും നടിമാരും എന്നൊക്കെ പറയുന്നവർക്ക് അവരവരുടെ ശരീരം പോലും നോക്കാതെ അഭിനയത്തോടുള്ള അത്രയും പാഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിൽക്കുന്നവരായിരിക്കും അവരെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം നവാസ് എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹം ആശുപത്രിയിൽ പോകാത്തതും അദ്ദേഹം ഈ ഒരു പിന്നെ ചികിത്സ തേടാത്തതും. വൈകിട്ട് വീട്ടിലെത്തിയിട്ട് അന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ്, വീട്ടിലെത്തിയിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചില ആളുകൾ കൊറോണ വാക്സിൻ എടുത്തത് കൊണ്ടാണ് വാക്സിൻ എടുക്കാതിരുന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, വാക്സിനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ഒരിക്കലും വാക്സിൻ അത്തരത്തിൽ ഫലപ്രദമല്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു രാജ്യവും കൊറോണ വാക്സിൻ എടുത്ത ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളുമുണ്ട്. എനിക്ക് തോന്നുന്നു ഉത്തര കൊറിയയുടെ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി അറിയാത്തത്. ബാക്കി രാജ്യങ്ങൾ, കാരണം അവിടെ വൈറസ് ബാധിച്ചിട്ടുണ്ടോ, അവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്, അത്തരത്തിൽ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളൊരു പക്ഷെ അറിയാതെ പോകുന്നത്. അവിടെ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഈ 3 വാക്സിനൊക്കെ എടുത്തവർക്ക് അത്യാവശ്യം അവരുടെ ജീവിത ശൈലികളിൽ എന്താ പറയുക, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ട് ജീവിതശൈലി രോഗങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ടാക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ പെട്ടെന്നൊരു അസുഖം വന്നാൽ ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സ നേടുക, സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ആ വാക്സിൻ വന്നതുകൊണ്ടാണ്, കൊറോണ വാക്സിൻ വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരുപാട് ജീവൻ പിടിച്ചു നിർത്താൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇവിടെ വാക്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് നേട്ടമാണ് ചില ആളുകൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. നവാസ് എന്ന് പറയുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം വലിയ കാര്യമാക്കാത്തതാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുത്തത് കൊണ്ട് എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, വാക്സിൻ എടുത്താൽ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ടാകാം. നമ്മുടെ ഹൃദയത്തിന് നമുക്ക് എപ്പോഴാണ് പണി തരണമെന്ന് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് പണി തരും. നമുക്കത് മനസ്സിലാകുന്ന സിറ്റുവേഷൻ നമ്മൾ ഡോക്ടറെ കാണിക്കുക, ഇല്ലാതെ നമ്മൾ വച്ചുകൊണ്ടിരുന്നാൽ അത് ഏത് അസുഖവും, ഹൃദയം മാത്രമല്ല ശരീരത്തിൻ്റെ ഏത് അസുഖവും അങ്ങനെ തന്നെ നമ്മളോട് തിരിച്ചു പ്രതികരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള യൂട്രസ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയ തരത്തിലുണ്ട്. അപ്പോൾ അവരുമൊക്കെ കൊറോണ വാക്സിൻ എടുത്തവർക്കായതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക, അതൊക്കെ തെറ്റാണ്. അത്തരത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കൊറോണ വന്നത് മൂലം നമ്മുടെ പ്രതിരോധ ശേഷിക്ക് ഒരുപാട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. വാക്സിൻ കൊണ്ട് അങ്ങനെ ആർക്കും കൊറോണ വാക്സിൻ എടുത്തത് കൊണ്ട് മരണം സംഭവിക്കും, കൊറോണ വാക്സിനാണ് നവാസിക്കയുടെ മരണത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ ഈ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. കാരണം കുറേ പേർ അത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ജൂലൈ ആദ്യവാരം തന്നെ ICMR അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ കൊറോണ വാക്സിൻ മൂലം ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വെറുതെ ആളുകളെ ആശങ്കപ്പെടുത്തരുത്.